അതെ, ഫിലിം മാക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്നോടൊപ്പം കൂടെ ഉള്ളത് മിസ്റ്റർ സാഹിർ. അദ്ദേഹം ഇവിടെ കണ്ണൂർ ടൗൺ നിവാസിയാണ്. ഞങ്ങളിവിടെ ഈ പയ്യാമ്പലം ഈ അതെ വലിയ നേതാക്കളുടെയും സാംസ്കാരിക നായകന്മാരുടെയും ശവകുടീരങ്ങൾക്ക് എല്ലാം നിലകൊള്ളുന്ന ഈ പയ്യാമ്പലം ബീച്ചിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നിൽക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികൾ രണ്ട് വലിയ മുദ്രാവാക്യങ്ങളുമായാണ് നമ്മുടെ വോട്ടർമാരെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു മുന്നണി പറയുന്നത് ഒരു നവകേരള സൃഷ്ടി അത് തുടങ്ങി വെച്ചു, അതിൻ്റെ പൂർത്തീകരണം 2031 നടത്തണമെന്നാണ്. മറ്റൊരു മുന്നണി പറയുന്നത് ഞങ്ങളൊരു പുതുയുഗം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അത് രണ്ടുപേരും പറയുന്നത് വികസന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ മിസ്റ്റർ സാഹിറിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും, ഈ കേരളത്തിൽ വികസനം എങ്ങനെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് തീർച്ചയായും അതൊരു ഇടതുമുന്നണി 10 വർഷം മുമ്പ് പിണറായിയുടെ നേതൃത്വത്തിൽ കേരളം ഭരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു സോഷ്യൽ ഇൻഡെക്സിൻ്റെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പക്ഷത്തിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷം എന്നുള്ള ഒരു ധാരണയിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസിലേക്ക് വരുന്ന ഒരു യുഗം, അതായത് ഒരു മാറ്റമാണ് പിണറായിയിലൂടെ ലാസ്റ്റ് 10 വർഷം കേരളം കണ്ടത്. കേരളത്തിൻ്റെ ഏതാണ്ട് നമ്പർ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 600ഓളം പ്രകടന പത്രികയിൽ പറയുന്ന പ്രോഗ്രസ് കാർഡ് ഏതാണ്ട് എല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള 900-ലധികം ആ നമ്പർ ഏതാണ്ട് ആ പ്രോഗ്രസ് കാർഡ് 100% പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള അതിൻ്റെ ഒരു ഫാക്ട്. അങ്ങനെയാണ്. അതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം 6 പാത. ആ 6 പാതയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഡിബേറ്റിൽ ഞാൻ പറയാറ്, അവരവകാശവാദം ഇതൊരു UDFൻ്റെ നേരത്തെ കൊണ്ടുവന്ന പദ്ധതി, ആ പദ്ധതിനെ എന്തുകൊണ്ട് LDF എതിർത്തു, ആ പദ്ധതി നേരത്തെ UDFന് അവകാശപ്പെട്ട ഒരു പദ്ധതിയാണ്. പക്ഷേ എനിക്ക് വേറൊരു കാഴ്ചപ്പാടാണുള്ളത്. ഏതൊരു ഗവൺമെൻറ്റിനെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ആ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഏത് സമരങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വികസന പദ്ധതികളിലേക്ക് കടന്നുകൊണ്ട് ആ പദ്ധതിനെ പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFന് കിട്ടിയ അവസരം ഈ വിഷയത്തിൽ UDF പരാജയമായിരുന്നു. ഈ പറയുന്ന നമ്മുടെ ഈ പ്രൊജക്റ്റിൽ, അതായത് നേരത്തെ മുനീർ പ്രപ്പോസ് ചെയ്ത പ്രൊജക്റ്റ് അടക്കം. അപ്പോൾ പിണറായിയുടെ ഇപ്പോൾ NDAയുടെ അവകാശവാദം, പിന്നെ BJPയുടെ അവകാശവാദം കേന്ദ്രത്തിൻ്റെതാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ അവകാശവാദം അവിടെ കിടക്കുമ്പോൾ അവിടെ നമ്മളെ കേരളത്തിൽ പിണറായി സർക്കാർ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടമായിട്ട്, അത് എനിക്ക് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് ലോകത്തിലെ ഒരു 8ാമത്തെ അത്ഭുതം എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, പബ്ലിക്കിൻ്റെ ഗ്രീവ്നെസ്, പൊളിറ്റിക്കൽ, അത് മറ്റ് മീഡിയ ഇഷ്യൂസ്, എല്ലാ ഘടകങ്ങളെയും തരണം ചെയ്തിട്ട് ഈ ലാൻഡ് അക്വിസിഷൻ മുതൽ മറ്റ് എല്ലാ പദ്ധതികളെയും മാറ്റിവെച്ചുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ഒരു കുറച്ച് കാലതാമസം എടുത്തിട്ടുണ്ടെങ്കിലും തീർച്ചയായും ഇവിടെ അങ്ങനെ. പക്ഷെ അതിൽ തന്നെ ടെക്നിക്കൽ ആൾക്കാർ ഇപ്പോൾ വിമർശിക്കുന്നത് പല ടെക്നിക്കൽ സൈഡിലും അതിൽ കുറച്ച് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതുപോലും ചെറിയ ചെറിയ കറക്ഷൻസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു എഞ്ചിനീയറിംഗ് പാർട്ടിൽ കേരളത്തിൽ വന്നിരിക്കുന്ന കോൺട്രാക്ടേഴ്സിന് പോലും കേരളത്തിലെ ജോഗ്രഫി പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ ഒരു പ്രത്യേകതരം കാലാവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൺസൂൺ കാലം അത്ര ഈസി അല്ല. കേരളത്തിലെ മൺസൂണിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മൺസൂൺ കാലത്ത് വർക്ക് ചെയ്യുന്നതും കാരണം ശരിക്കും കേരളത്തിലെ വർക്കിംഗ് ഡേയ്സ് നമുക്ക് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ്ലി 100 ഡേയ്സാണ്, അത്രേ കിട്ടുള്ളൂ. അതെ, മനസ്സിലായി. നല്ല വൃത്തിയിൽ ഒരു പണിയെടുക്കാൻ പറ്റും. കാരണം മൺസൂണിൻ്റെ ഇമ്പാക്ട് പിന്നെ ഒരു മാസം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഇത് വരുമ്പോൾ കേരളത്തിൽ ഒരു 100-150 ഡേയ്സാണ് വർക്കിംഗ് ഡേ. അതിൻ്റെ പിന്നെ ഷോർട്ടേജ് മറ്റുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് കാലം എന്നുള്ളത് കുറച്ച് താമസിച്ചിട്ടുണ്ട്. ഈ ആ കാലയളവ് താമസിച്ചിട്ടുണ്ടെങ്കിലും ആ പദ്ധതിൻ്റെ ഒരു 90% അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഡാറ്റ പ്രകാരം ഒരു 70-80% അത് കേരളത്തിൻ്റെ ഒരു മൈൽ സ്റ്റോണാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ഗവൺമെൻറ്റിൻ്റെയും
ഒരു ഏറ്റവും വലിയ പോരായ്മ എന്താ പറഞ്ഞാൽ നമുക്ക് തീർത്തും പ്ലാനിങ് ഇല്ലാത്തതും നമ്മളെ വിഷൻസും പ്ലാൻസും വളരെ വീക്കാണ്. എന്താണ് നമ്മുടെ എക്കോണമി എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വീഴ്ച എപ്പോൾ ഉണ്ടാകാറുണ്ട് കേരളത്തിലായാലും മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും. നമുക്ക് ശരിക്കും ബഡ്ജറ്റ് ചെയ്യാൻ പണം ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബഡ്ജറ്റ് കൃത്യമായിട്ട് നടക്കുകയും ആ പദ്ധതിക്ക് എവിടെയാണ് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു വീട് വെക്കുമ്പോൾ നമുക്ക് വീട്ടിനൊരു മെയിൻ്റനൻസിന് വേണ്ട ഒരു എമൗണ്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ഒരു പദ്ധതി തുടങ്ങി വെച്ചിട്ട് ആ പദ്ധതിയുടെ മെയിൻ്റനൻസിന് വകയിരുത്തുന്നത് തന്നെ നമ്മളെ പദ്ധതികളിൽ ഉണ്ടാവാറില്ല, ഇവിടെ ഇല്ല, പൊതുവേ ഇല്ല. അപ്പോൾ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ നമ്മളൊരു വീട് വെക്കുക എന്ന് വിചാരിക്കാം. വീട് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ട് അത് വരച്ച് അതിൽ കൃത്യമായിട്ട് ഒരു വീട് വെച്ച് അതിൻ്റെ പ്ലാനെല്ലാം ഉണ്ടാക്കി അതിന് ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടാവും, പിന്നെ ആർക്കിടെക്റ്റ് ഉണ്ടാവും, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടാവും, ഒരു MEP എഞ്ചിനീയർ ഉണ്ടാവും. എല്ലാ ഘടകങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ അതിന് ഭംഗിയായിട്ട് ഒരു എലിവേഷൻ ഉണ്ടാക്കിയിട്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മളെ പല പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക, അതിൽ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു പാലം ഉണ്ടാക്കുമ്പോൾ ഒരു പാലത്തിന് 10 തൂണ് വരുമ്പോൾ അത് അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ പൊളിറ്റീഷ്യനായിരിക്കും. അതിൽ രണ്ട് തൂണ് അവിടെ വെക്കരുത്, ഇവിടെ വെക്കണം, റോളില്ല. അതെന്താ റോളില്ല എന്നല്ല, അഭിപ്രായം പോലും പൊളിറ്റീഷ്യൻ പറയും. പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ പബ്ലിക്കും പറയും. അങ്ങനെ അവർ ആയിരിക്കും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുക. അപ്പോൾ അതിന് എക്സ്പേർട്സിന് കൊടുക്കുക, ഒരു എഞ്ചിനീയറിങ്ങിന് അവർക്ക് കൊടുക്കേണ്ട പണി അവർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു പ്ലാന് കേരളത്തിന് ഏത് വിഷയത്തിലായാലും ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണാൻ പറ്റും ഓരോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലൊക്കെ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ കേരളത്തിന് കൃത്യമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ, മൊത്തമായ ഒരു മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഉണ്ടാവും വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു വന്നിട്ടില്ല. ആ മാസ്റ്റർ പ്ലാന് കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ 3D വിഷൻസും മറ്റേ AI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിഷ്വൽസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളത്. AI 10 മിനിറ്റ് കൊണ്ട് വിഷ്വൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഇപ്പം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ നാട്ടിൽ, അതായത് ഇത്തരം ഉപയോഗിക്കുന്നതിനുള്ള ഒരു ബോഡി ഉണ്ടാവണമെന്നാണ് എൻ്റെ പക്ഷം. അതായത് പ്രത്യേകിച്ചിട്ട് ഒരു ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലും നമ്മളെ ഇതിന് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രമേ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവണം. ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ PhD-കാരും പല ഈ മേഖലയിലുള്ള സാങ്കേതിക വിദഗ്ധരെല്ലാം ഉള്ള ഒരു ബോഡിയിലൂടെ. കാരണം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സും മറ്റ് എക്സ്പേർട്സാണ് ഗൾഫ് മേഖലയിലായാലും വിദേശത്ത് അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ അവരെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഒരു എക്സാമ്പിൾ ഗൾഫർ മുഹമ്മദ് അലി നമ്മുടെ ഒമാനിലുള്ള റോഡ്സിൻ്റെ എൻ്റെ അറിവ് പ്രകാരമാണെങ്കിൽ 60-70% കോൺട്രിബ്യൂഷൻ അയാളെ കമ്പനി മലയാളിയായ അത് ഏത് കാലം മുതൽ എന്ന് പറഞ്ഞാൽ 90s മുതൽ. അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ അയാളെ ഇവിടുത്തെ വർക്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയിൽ അയാൾ ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അയാളൊക്കെ അതുപോലത്തെ ആൾക്കാരുടെ ഡ്രീമായിരിക്കും കേരളം. എല്ലാ മലയാളിക്കും ഒരു വൈകാരിക ബന്ധം, ഒരു നൊസ്റ്റാൾജിക് ബന്ധം കേരളത്തിനോടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഒരു ബ്യൂട്ടി എന്താണ്, ഞാൻ ഏതാണ്ട് ഒരു 50 കൺട്രിയോളം വിസിറ്റ് ചെയ്ത ഒരാളാണ്. കേരളത്തിൻ്റെതായ ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഒരു 50-ലധികം നദികളും പിന്നെ മറ്റ് കടലിൻ്റെ 9 ഡിസ്ട്രിക്ട് കടൽ കവർ ചെയ്യുന്നുണ്ട്. 625-630 കിലോമീറ്റർ. പിന്നെ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം, ഇപ്പോൾ കേരളത്തിൻ്റെ റോഡ് നെറ്റ്വർക്ക് ഈ നേരത്തെ പറഞ്ഞ 6 വരി പാത മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കോസ്റ്റൽ ഹൈവേ വരുന്ന, പിന്നെ മലയോര ഹൈവേ വരുന്ന, ഓൾറെഡി എക്സിസ്റ്റിംഗ് റെയിൽവേ സംവിധാനം, പ്രപ്പോസ് ചെയ്യുന്ന കേരയിൽ സംവിധാനം. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചിട്ട് കേരളത്തിൻ്റെ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതും ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് മറ്റുള്ള കമ്പയർ ടു അതർ ഡിസ്ട്രിക്റ്റ്.